നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നാടാ ഞാൻ ഈ വിളിക്കുന്നേ. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഇതാര്? മാണിക്കോത്ത ഗ്രൂപ്പിന്റെ MD മഹേന്ദ്ര സാറാ? എന്താണാവോ ഈ പാവങ്ങളുടെ വീട്ടുമുറ്റത്ത്? നിന്റെ പൊക്കവും മണ്ണവും ഒക്കെ ഒന്ന് എടുക്കാനാ. ഓ, എടാ, നല്ല പട്ടുകുപ്പായത്തിൽ പൊതിഞ്ഞ് നിന്നെ പെട്ടിക്കകത്തോട്ട് വെക്കുമ്പോ നിന്റെ ഈ കൈയും കാലും തലയും ഒന്നും പുറത്തോട്ട് പോകാൻ പാടില്ലല്ലോ. എടാ, അപ്പൊ നീ എല്ലാ കച്ചവടവും നിർത്തി ഇപ്പൊ ശവപ്പെട്ടി കച്ചവടം തുടങ്ങിയോടാ? എടാ, നിനക്ക് പണ്ട് പട്ടിക്കൂട് ഉണ്ടാക്കി വിട്ട പാരമ്പര്യം നിന്റെ അപ്പനുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പാരമ്പര്യം മോനായിട്ടിപ്പം തുടരുന്നതേ വളരെ നല്ലതാ. ആളുകൾക്കുള്ള സംശയം അങ്ങ് മാറി കിട്ടുകയും ചെയ്യും. എടാ, അമ്മ പറയുന്നതാണ് മക്കൾക്ക് അച്ഛൻ. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അങ്ങനെ ഒരാളുണ്ടായത് എന്റെ ഭാഗ്യം. അല്ലാതെ നിന്നെ പോലെ അങ്ങനെ ഒരു പേര് പോലും കൃത്യമായിട്ട് പറയാതെ നിന്നെ വിട്ടുപോയ നിന്റെ അമ്മയുടെ ആത്മാവിനോടെങ്കിലും നീ ചോദിച്ചിട്ടുണ്ടോടാ അങ്ങനെ ഒരാൾ ആ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്ന്? എടാ മഹേന്ദ്ര, അപ്പാ, ഇവനോടൊക്കെ വാക്കുകൊണ്ടല്ല, ആയുധം കൊണ്ട് വേണം മറുപടി പറയാൻ. അവര് പറയട്ടാ, അവര് പഴയ കൂട്ടുകാരും ഇപ്പോഴത്തെ ബിസിനസ് ശത്രുക്കളും ഒക്കെയാ. അവര് തമ്മിൽ പരസ്പരം വാക്ക് തർക്കമൊക്കെ ഉണ്ടാവും, ചിലപ്പോ പരസ്പരം പടവെട്ടിയെന്നും വരാം. പക്ഷേ നമ്മൾ മക്കൾ അതിൽ ഇടപെടാൻ പാടില്ല. മാറിയിക്കണം അങ്ങോട്ട്. എന്റെ കുടുംബത്തിൽ കയറി വന്നിട്ട് നീക്കി വർത്താനം പറയുന്നതെന്ന് ഓർക്കണം. ഇതിപ്പോ ഇവിടം കൊണ്ട് തീർന്നില്ലെങ്കിൽ ഇനിയും നീ വിളച്ചില് കാണിച്ച് നിന്റെയൊക്കെ ബെഡ്റൂമിൽ കയറി ശിവൻ അടയിരിക്കും. കാണണോ നിനക്ക്? ആ കാണണം, കാണിക്കണം നീ.